അൽ ഷഹീദ് പാർക്ക്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഷർക്കിൽ നിന്ന് തുടങ്ങി അങ്ങ് മുർഗാപൂർ എക്സ്റ്റൻഡ് കിടക്കുന്നതാണ് അൽ ഷഹീദ് പാർക്ക്. കുവൈറ്റിലെ അൽ ഷഹീദ് പാർക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചയെ കാണാം. എത്ര മനോഹരമാണെന്നൊക്കെ. ഇത് കുവൈറ്റ് ഒരു മണലാരണ്യത്തിലാണ് ഇതൊക്കെ എന്ന് പറയാൻ പ്രയാസമാണ്. അത്ര മനോഹരമായിട്ട് കിലോമീറ്ററുകൾ നീളമുള്ള ഈ ഒരു പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൾക്കാരിവിടെ ജോഗിങ്ങിനും നടക്കാനായിട്ടും ചുമ്മാ സമയം സ്പെൻഡ് ചെയ്യാനായിട്ടും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണിത്. വളരെ മനോഹരം. ശരിക്കും ആ ചെടിയൊക്കെ വെട്ടിവെച്ചേക്കുന്നുണ്ട്. ഇവിടെ ഡിസംബർ വിൻ്റർ ടൈമാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഊട്ടിയിലും ഒക്കെ പോകുന്ന ഒരു പ്രതീതിയാണ്. ഇവിടെ വന്നിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ഫീല്. കുവൈറ്റിൻ്റെ ഫ്ലാഗാണ് ആ കാണുന്നത്. ഓക്കെ, വണ്ടർഫുൾ. കണ്ടോ എത്ര മനോഹരമാണ്. ശരിക്കും അകത്ത് ആൾക്കാർക്ക് വന്നിരിക്കാനായിട്ടുള്ള ഏരിയ ആണ് അവിടെ. കാണാമല്ലോ ചെടിയൊക്കെ കെട്ടി നിർത്തിയേക്കെന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് അതിമനോഹരമായിട്ട് ഷാഹിദ് പാർക്ക്. ഇവിടെ വന്നാൽ നമുക്ക് കുവൈറ്റിൻ്റെ സിറ്റി ലൈനൊക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ കുവൈറ്റിലെ വലിയ കെട്ടിടങ്ങളെല്ലാം കാണാം. ഇതാണ് അൽ തിജാരിയ ടവർ. കാണാം ചെടി കണ്ടോ, മഞ്ഞപ്പൂവുമായിട്ട് നിറച്ച് മഞ്ഞപ്പൂവ്, മനോഹരം. അതിനിപ്പുറത്ത് വേറെ ചുമന്ന പൂവുള്ള ചില ചെടികൾ, പക്ഷെ മുള്ളുണ്ട് ഇതിലേക്ക് കേട്ടോ. ഈ മരങ്ങളൊക്കെ കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഈ ആവണൊക്കെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് മനോഹരം. കുവൈറ്റ് സിറ്റിയുടെ സ്കൈലൈനാണ് പിന്നെ അങ്ങോട്ടൊക്കെ കാണുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? അതാണ് ഇതാ കാണുന്നതാണ് ലിബറേഷൻ ടവർ കുവൈറ്റിലെ. കാണുന്നുണ്ടല്ലോ, വീണ്ടും അതിമനോഹരം, അതിമനോഹരം. ഇന്നിവിടെ പിക്നിക്കിന് ആരുണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് പിള്ളേർ വന്നിട്ടുണ്ട്. സ്കൂളോ കോളേജിൽ നിന്നോ എല്ലാം ഉള്ള പിക്നിക് ആയിരിക്കും അവരുടെ. വീണ്ടും മറ്റൊരു ഏരിയ. ചെടികളെല്ലാം മരമൊക്കെ മേളിൽ കൂടി ഇങ്ങനെ തളൽ വിരിച്ച് നിൽക്കുമ്പോൾ ഒരുമാതിരി തുരങ്കത്തിനകത്തോടെ നടക്കുന്നൊരു പ്രതീതിയാണ്. കാനഡയിലെ ഒരു സ്ഥലത്ത് പോയിരുന്നു. കാനഡയിലെ ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സീനിക് കേവ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നാച്ചുറലായിട്ടുണ്ടായെടുത്ത മലകളുടെ കിഴക്കൂടെയൊക്കെ വെള്ളം ഒഴുകിയും ഒക്കെ ഉണ്ടായെടുത്ത് തുരങ്കം പോലുള്ള ചില പാതകളാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ട്രക്കിങ്ങിനുള്ള ഏരിയ ഉണ്ട്. അത് ഡിപ്പെൻസ്, പല വെറൈറ്റിയാണ്. അതായത് കട്ടി കൂടിയത്, കടുപ്പമേറിയത്, കടുപ്പം കുറഞ്ഞത്, ഈസി ആയിട്ടുള്ളത്, റോഡ് പോലെ ഉണ്ടാക്കിയത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം. അവിടെ ചെല്ലുന്ന നമുക്ക് കാണാം അവിടെ റെഡ് കളർ, ബ്ലൂ കളർ, യെല്ലോ കളർ, അങ്ങനെയൊക്കെ ഗ്രീൻ കളർ എന്നൊക്കെ വെച്ചേക്കുന്നത്. നമ്മൾ ആ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഡിഫിക്കൽട്ടി. നമുക്ക് നടക്കാനുള്ള കുന്ന് കയറണോ മല കയറണോ ലെവൽ ഗ്രൗണ്ടിൽ കൂടെ പോകണം എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ അവിടെ പോകുമ്പോൾ ഇതുപോലെയാണ്. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ള നടപ്പാണ്. നല്ല തണുപ്പും നല്ല സുഖകരമായ കാലാവസ്ഥയും. അങ്ങനെ നടന്ന് മണിക്കൂർ നടക്കണം. അതുപോലൊരു പ്രതീതി ഇവിടെ ഇതുണ്ട്. ഇപ്പോൾ താഴോട്ട് നോക്കി ഇതിവിടെ മെമ്മോറിയൽ ഗാർഡൻ കിട്ടും അവിടെ. ഇത് നമ്മൾ ഈ റോഡിൽ കൂടെ വന്നിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണുള്ള ലോഡിങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ റോഡ്, ഇതൊരു പാലമാണ് ഞാൻ നിൽക്കുന്നത്. ഈ പാലത്തിനടിക്കൂടെ കയറി കഴിഞ്ഞാൽ വീണ്ടും അങ്ങ് മുന്നോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ
കുവൈറ്റിൻ്റെ ഒരു വേറെ സൈഡ് വരെ പോകാൻ പറ്റും നമുക്ക്. നോക്ക്, മെമ്മോറിയൽ ഗാർഡൻ അതാണ് കുവൈറ്റ് സിറ്റിയുടെ ഒരു സ്കൈ ലൈൻ ആ കാണുന്നത് കേട്ടോ. ഓക്കെ, അവിടെ പുറകിൽ ഈ റോക്കറ്റ് പോലെ നിൽക്കുന്നതിൻ്റെ പുറകിൽ മറഞ്ഞു നിൽക്കുന്നതാണ് ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ കുവൈറ്റ്, അൽ ഹംറ ടവർ. കണ്ടോ, അത്ര മനോഹരമായിട്ടാണ് അവർ മരുഭൂമിക്ക് നടുക്ക് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാണാമല്ലോ, ഇതിനകത്ത് ഗോൾഫ് കാർട്ടും ഉണ്ട്, ആൾക്കാരെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട്. മെമ്മോറിയൽ മ്യൂസിയമാണ് ആ കാണുന്നത്. ഇവിടെ ഇൻവേഷൻ ടൈമിൽ മരിച്ച ആൾക്കാരുടെ പേരിൽ ഉണ്ടാക്കിയതാണ്. അതാണ് മെമ്മോറിയൽ മ്യൂസിയം. അവരുടെ പേരും അതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഫോട്ടോയൊക്കെ കാണുമായിരിക്കും, ഞാനൊന്നും പോയിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. കാണുന്നുണ്ടല്ലോ, ആ പുറകിൽ നിൽക്കുന്നതാണ് ഒരു ഫ്ലിപ്പ് ചെയ്തെന്ന് വളഞ്ഞിരിക്കുന്ന സാധനമുണ്ട്. അതാണ് ഇവിടുത്തെ ടോളസ്റ്റ് ബിൽഡിംഗ്, അൽ ഹംറ ടവർ. കാണാമല്ലോ, മനോഹരം, പച്ചപ്പ്, ഹരിത, ചെടികളും മരങ്ങളും, നല്ല കുളിർമയുള്ള കാറ്റും, അങ്ങനെ എല്ലാം കൊണ്ടും അതിമനോഹരമായിട്ട് നല്ലൊരു ഗാർഡൻ. ഷാഹിദ് പാർക്ക്, ഷാഹിദ് അല്ല ഷഹീദ് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഷഹീദ് എന്ന് പറയുമ്പം വീരമൃത്യു പ്രാപിച്ചവർ എന്നുള്ളൊരു മീനിങ് ആണെന്നാണ് എൻ്റെ അറിവ്. നമ്മുടെ ഹിന്ദിയിലും ഒക്കെ പറയുമല്ലോ. ഈ പുള്ളി ഇവിടുത്തെ അന്തേവാസിയായിരിക്കും. വിശന്നിട്ടുള്ള ഇരിപ്പായിരിക്കും, എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനുള്ള ചോദ്യമായിരിക്കും. ആണല്ലോ, മരമൊക്കെ നല്ല ചെടികൾ. ബൊഗെയിൻവില്ലയാണ് ഈ ഫെൻസ് ചെയ്തേക്കുന്നത്. സീസണൽ പ്ലാന്റ്സ് ആയിരുന്നു. ഇത് ഈ ഒരു സീസണിൽ മാത്രമേ കാണുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉണങ്ങിപ്പോയിരിക്കും. ഇതൊക്കെ ജോഗിങ് ട്രാക്ക്, ആൾക്കാർ ജോഗ് ചെയ്ത് പോകുന്നത് കാണാനല്ലേ. ഇതാകെ പാർക്കിൻ്റെ ചുറ്റും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയാണ് ചുറ്റുവട്ടത്തുണ്ട്. നേരത്തെ കുവൈറ്റിൻ്റെ ഫ്ലാഗ് നിൽക്കുന്നത് കണ്ടില്ലേ, ആ സ്പോട്ടായത്. ആ ഫ്ലാഗായി കാണുന്നത് തിജാരിയ ടവറാണ് ബാക്കിൽ കാണുന്നത്. ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ ലേക്കൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിലാണ് അത് നിൽക്കുന്നത്, ഈ ഫ്ലാഗ് നിൽക്കുന്നത്. ആ ലേക്കാണ് ആ കാണുന്നത്. പച്ചപ്പ്, ചില സ്കൾപ്ചേഴ്സ്, പക്ഷികളെ പോലെ ഇരിക്കുന്നത്, പ്രാവിൻ്റെ ഒരു കൂട്ടം പോലെയാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്രിയേഷൻ അവിടെ കാണാമല്ലോ, മെറ്റൽ ക്രിയേഷൻ. ഷഹീദ് പാർക്ക് ഡയറക്ടറെയാണ് ആ മണി ഒരു ബോർഡ് വെച്ചേക്കുന്നത്. യു ആർ ഹിയർ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇത്രയും ഭാഗം വരെ നമ്മൾ നടന്നിട്ടുണ്ട്. ഇനി നാട് മുന്നോട്ട് ഓൾമോസ്റ്റ് അത്രയും കൂടെ തന്നെ ബാക്കിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണിച്ചേക്കുന്ന ബോർഡുകൾ. എന്തൊക്കെ ഷോപ്സ് ഉണ്ടെന്ന്, സ്റ്റാർബക്സ് ഉണ്ട്, കോഫി പല വെറൈറ്റി ഓഫ് കോഫീസ് ഉണ്ട്, ടോയ്ലറ്റ്സ്, അങ്ങനെ പല സംഗതികളുണ്ട്. ആംഫി തിയേറ്റർ, ഗസ്റ്റ് സെൻറ്റർ, അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്കൾപ്ചർ എന്ന് പറയുന്നത്.
കുവൈറ്റ് സിറ്റിയും പുറകിലത്തെ ബിൽഡിങ്ങുകളും പാർക്കിൻ്റെ മറ്റൊരു വ്യൂ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കുടിക്കാനുള്ള സ്ഥലമാണ്. ഫൗണ്ടൻ, വാട്ടർ ഫൗണ്ടൻ. അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ബെഞ്ചസ് എല്ലാം ഉണ്ട്. നാദരമായ നടപ്പാത. ഷഹീദ് പാർക്കിനകത്തെ ഇത് ഷഹീദ് പാർക്കിനകത്തെ നമ്മൾ വന്നിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണിത്. ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായ ഒരു ഏരിയയാണത്. ശരിക്കും പറഞ്ഞാൽ അതൊന്ന് കണ്ടിരിക്കേണ്ട സംഭവം. കണ്ടോ, അവിടെ നോക്കിയേ, മരങ്ങൾക്കിടയിൽ കൂടെ. ഇതെല്ലാം ഈ വളരെ പഴക്കം ചെന്ന മരങ്ങൾ അവരിങ്ങനെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നതാണ്. ഇത് പലതും ഇതെല്ലാം ഈ നിൽക്കുന്നതെല്ലാം നമ്മുടെ ഒലീവ് മരങ്ങളാണ്. എത്രയോ വർഷം പഴക്കമുള്ളതാണെന്ന് നോക്കിയത് കണ്ടിട്ട്. അങ്ങനെ പല വർഷങ്ങൾ പഴക്കമുള്ള ഒലീവ് മരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കുക. ഇവിടെ മുല്ലയുണ്ട്, ചെമ്പരത്തിയുണ്ട്, അങ്ങനത്തെ ചെടികളെല്ലാം ഇവിടെ ഉണ്ട്. കണ്ടോ, ചെമ്പരത്തിയൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാമായിരിക്കും. പച്ചപ്പ് കണ്ടില്ലേ, യൂറോപ്പിലാണെന്ന് തന്നെ പറയത്തുള്ളൂ. ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ഒലീവ് മരങ്ങളാണ് കേട്ടോ. യുക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിൽ കൂടി എന്ന് പറഞ്ഞ പോലെ ഒലീവ് മരങ്ങൾക്കിടയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. എന്താ, ചെമ്പരത്തി പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇതിവിടെ ഒരു വാട്ടർ ഫീച്ചറാണ്. ഇവിടെ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ലൈറ്റും എല്ലാം ഓണാക്കി ഈ വെള്ളമെല്ലാം അവർ ഓണാക്കും. അപ്പോൾ അത് ശരിക്കും ഒരു നല്ലൊരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴത്തേക്ക് കാണാമല്ലോ അല്ലേ. ഇത് വെള്ളം ശരിക്കും പറഞ്ഞാൽ ഷാലോ ആയത്. നമ്മളൊരു നോക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒത്തിരി ഒരു ഡീപ്പാണെന്നൊരു ഫീൽ ഉണ്ടാകുന്നേ ഉള്ളൂ. ഈ സൈഡിലൂടെ കാണുന്നിടത്തൊക്കെ ലൈറ്റ് ഉണ്ടാകും ആ ഒരു ഏരിയയിൽ. രാത്രിയിൽ അത് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ്സ് ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് വളരെ ഭംഗിയായിട്ടൊന്നും. ഷാഹിദ് പാർക്കിൻ്റെ മറ്റൊരു സൈഡാണിത്. ഞാൻ ആ ലൈറ്റ്സ് കണ്ടോട്ട് ഇതിലേ വന്നത് എന്താണെന്ന് നോക്കാനായിട്ട്. നമ്മുടെ പഴയ ആ സിനിമാ പാട്ടില്ലേ, എത്ര മനോഹരം ഈ ഭൂമി ചിത്രത്തിലെഴുതിയതുപോലെ. കളേർഡ് ലൈറ്റ്സ് ആണ്, പക്ഷേ ഇതിനകത്ത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ലൈറ്റ്സ് വെള്ളത്തിനടിയിൽ, വെള്ളം മുകളിലോട്ട് വരുന്നു. അപ്പം ഫോട്ടോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്നറിയത്തില്ല. ആ ട്രീയുടെ റിഫ്ലക്ഷൻ കണ്ടോ വെള്ളത്തിൽ. വനകൾ, പല ടൈപ്പിലുള്ള വനകൾ, അതിലൂടെ നീല ആകാശം.
ഇവിടെ ഞാൻ തിരിച്ചിറങ്ങാം. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണിയായി. 2025 ഡിസംബർ 23. നിൽക്കുന്നതാണ് ടോളസ്റ്റ് ബിൽഡിംഗ്, അൽഹംറ ടവർ. ആ സൈഡിൽ കാണുന്ന ഹൈവേ ആണ് ഫസ്റ്റ് റിംഗ് റോഡ് എന്ന് പറയും. ഫസ്റ്റ് റിംഗ് റോഡിൻ്റെ ചില വ്യൂ ആണ് നമ്മൾ കാണുന്നത്. തോന്നുന്നത് ഷർക്ക് ഏരിയയിലാണ് ഇത് ഈ പാർക്ക്. ഷർക്കിൽ തുടങ്ങിയാൽ അത് മുർഗാബ് എന്ന് പറഞ്ഞ ഏരിയ വരെ ഓൾമോസ്റ്റ് ഒന്ന് നീണ്ടു കിടക്കുന്നതാണ് ഈ ഒരു ഗാർഡൻ, ഈ പാർക്ക്, ഷഹീദ് പാർക്ക്. കാണാമല്ലോ മറ്റൊരു വ്യൂ. ഇതൊരു കൊമേഴ്ഷ്യൽ ഏരിയയാണ്, കുവൈറ്റിൻ്റെ കൊമേഴ്ഷ്യൽ ഏരിയയുടെ ഭാഗമായി കാണുന്നത്. വർക്ക്ഷോപ്പുകളും അങ്ങനത്തെ സ്പെയർ പാർട്സ് കടകളും എല്ലാം ഉള്ളൊരു ഏരിയയാണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡിലാണ് ഇത് നിൽക്കുന്നത്. കാണുന്നതാണ് ഹാബിറ്റാറ്റ് മ്യൂസിയം. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് ഹാബിറ്റാറ്റ് മ്യൂസിയത്തിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് ആ വീഡിയോയിലകത്ത് കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരും, പിന്നെ കുവൈറ്റിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും എൻവയോൺമെൻറ്റിനെക്കുറിച്ചുമൊക്കെ ഒത്തിരി അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒന്ന് വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഉണ്ടോ ഹാബിറ്റാറ്റ് മ്യൂസിയം? ഓക്കെ, ഒരിക്കലെങ്കിലും അവിടെ വന്നിരിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിയിൽ കാർ പാർക്കിങ്ങാണ്. ബേസ്മെൻറ്റ് 1-2 ലെവൽ ബേസ്മെൻറ്റ് ഉണ്ട്, കാർ പാർക്കിംഗ് ഉണ്ട്. ഹ്യൂജ് ഏരിയ. അതിൻ്റെ മുകളിൽ പണിതിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ വന്നേക്കുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ അതൊന്നും അറിയില്ല. പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ വെൻറ്റ് പൈപ്പുകളും കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിൻ്റെ അടിയിൽ ആരുണ്ടെന്നുള്ളത് ആലോചിക്കുന്നത്. ഇത് കണ്ട് ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു. അതൊരു നല്ലൊരു ഭീകരൻ അല്ലെങ്കിൽ ഒരു മുട്ടൻ കാക്ടസ് ഉള്ളതല്ലേ. ഇത് ലൈറ്റാണ് ഈ കാണുന്നത്. ഈ കാണുന്ന സാധനം കണ്ടോ? ഇതെല്ലാം ബേസ്മെൻറ്റോട്ടുള്ള വഴിയാണ്, സർവീസ് ഉള്ള വഴിയാണ്. വീണ്ടും ഒരു ആർട്ടിഫിഷ്യൽ ലഗൂൺ ലേക്ക്. ഇത് ബേസ്മെൻറ്റിൻ്റെ മുകളിലായിട്ട് പടുതുണ്ടാക്കി വെക്കുന്നത് കാണാമല്ലോ. അതിനടിയിലോട്ട് ബേസ്മെൻറ്റ്, മരഭാഗത്തുനിന്ന് നടന്നിരിക്കുന്നു കാർ പാർക്കിംഗ്. അപ്പം ഞാനങ്ങനെ ഇന്നത്തെ ഒരു ഉച്ചയ്ക്ക് നടക്കാൻ വന്ന ബ്രേക്ക് ടൈമിൽ 1 മണിക്കൂർ സമയം കിട്ടും. അപ്പോൾ ഒന്നും നടക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർത്തിട്ട് ഇറങ്ങി പോവാം. ഓക്കെ, ഇപ്പോൾ വന്നപ്പോൾ ഓർത്തു മിക്കവാറും ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ പകൽ സമയത്ത് വന്ന് എടുത്തിട്ടില്ല, രാത്രിയിലൊക്കെ വന്ന് ഒത്തിരി എടുത്തിട്ടുണ്ട്. എന്നാൽ പകൽ സമയത്ത് ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തത്. ഓക്കെ, ഇപ്പോഴും ഇവിടെ വരാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, അറിയാത്ത, ഇങ്ങനെ ഉണ്ടെന്ന് പോലും അറിയാൻ വരാത്തവരൊക്കെ ഉണ്ടല്ലോ. ബിജുമേനോൻ്റെ ഭാഷ പറഞ്ഞ ബ്യൂട്ടിഫുൾ ഷർക്ക് ഏരിയ ആണത്. അതിൻ്റെ വേറെ വ്യൂ ബനേ ദൽഗാർ. ശരിക്കും പറഞ്ഞാൽ ആ ഏരിയയ്ക്ക് ബനേ ദൽഗാർ എന്ന് പറയും. നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഷർക്കും വരും. അത് ഇവിടുത്തെ ഈ അൽ ഷഹീദ് പാർക്കിൻ്റെ എക്സിറ്റാണ് ഈ മുൻഭാഗത്ത് കാണുന്നത്. ബേസ്മെൻറ്റിൽ നിന്ന് വണ്ടികൾ ഇറങ്ങി, കാറുകളൊക്കെ ഇറങ്ങി വരുന്നതാണ് ആ സിഗ്നലൊക്കെ കാണുന്നത്, ട്രാഫിക് സിഗ്നലൊക്കെ കാണുന്നത്. അതിലൂടെയാണ് വണ്ടികൾ ഇറങ്ങി വരുന്നത്. ചെടിയൊക്കെ വെട്ടി നിർത്തിയേക്കുന്നു, മണ്ണൊക്കെ കളച്ചിട്ടേക്കുന്നു. എല്ലാം ചില മഞ്ഞപ്പൂക്കളും ഇത് കണ്ടോ
ഇത് നമ്മുടെ മുല്ലയാണ് ഈ നിൽക്കുന്നത്. ഇതാണ് ബേസ്മെൻറ്റ്. ഇത് കയറി വണ്ടികൾ ഇറങ്ങി വരുന്ന വഴിയാണ്. ഇത് നമ്മളിങ്ങനെ നടന്നു വരുന്ന ഓക്കെയാണ്. ഇനി ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഗോയിങ് ബാക്ക് ടു മൈ ഓഫീസ്. ഞാൻ പറഞ്ഞ കൊമേഴ്ഷ്യൽ ഏരിയ ആയി കാണുന്നത്. വർക്ക്ഷോപ്പുകളും സ്പെയർ പാർട്ട് ഷോപ്സും ഒക്കെയുള്ള ഏരിയയാണ്. ഏരിയ അത്